എ പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം. നാടിനെ കണ്ണീരിലാഴ്ത്തി ജോഷി യാത്രയായി. ഇടിവണ്ണ വലിയകുളത്തിൽ ആൻഡ്രോസ് പെണ്ണമ്മ ദമ്പതികളുടെ മകനും ഇടിവണ്ണ 2-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി ബൈജു ആൻഡ്രോസിന്റെ സഹോദരനുമായ ജോഷി ആൻഡ്രോസാണ് മരിച്ചത്. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മരണം സംഭവിച്ചത്. 2006 ഡിസംബറിലെ ക്രിസ്മസ് ദിനത്തിൽ കൂട്ടുകാർക്കൊപ്പം കുറുവൻപുഴയിൽ കുളിക്കുമ്പോഴാണ് ജോഷി ആൻഡ്രോസ് അപകടത്തിൽപ്പെട്ട് കിടപ്പിലായത്. നട്ടലിനുണ്ടായ ക്ഷതത്തെ തുടർന്ന് കഴിഞ്ഞ 19 വർഷമായി ജോഷി ഒരേ കിടപ്പിലായിരുന്നു. അപകടത്തെ തുടർന്ന് കിടപ്പിലായപ്പോഴും ജീവിതത്തെ ധൈര്യസമേതം നേരിടുകയായിരുന്നു ജോഷി. സമൂഹമാധ്യമങ്ങളിലൂടെ സമൂഹത്തിനിടയിൽ ജോഷിയുടെ സാന്നിധ്യം സജീവമായിരുന്നു. നാട്ടിൽ നടക്കുന്ന മരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാട് ആദ്യം അറിഞ്ഞിരുന്നത് ജോഷിയുടെ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയുമായിരുന്നു. കിടപ്പ് രോഗിയായി മാറിയപ്പോഴും പഴയ സൗഹൃദങ്ങൾ കൈവിടാതെ എല്ലാവരുമായി ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു. ജോഷി കിടപ്പിലായ 19 വർഷവും കൂട്ടുകാർ ധൈര്യം പകർന്ന് ജോഷിക്ക് തങ്ങളുടെ സ്നേഹം തിരിച്ചു നൽകിയിരുന്നു. നാട്ടിലെ പൊതുരംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്ന സമയത്താണ് ഈ ചെറുപ്പക്കാരനെ വിധിയുടെ രൂപത്തിലെത്തിയ അപകടം കിടപ്പ് രോഗിയാക്കി മാറ്റിയത്. കഴിഞ്ഞ 19 വർഷം വീടും ആശുപത്രിയും തന്നെയായിരുന്നു ജോഷിയുടെ ആശ്രയം. സഹോദരൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സന്തോഷത്തിലായിരുന്നു ജോഷി. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജോഷിയുടെ ആരോഗ്യനില മോശമായത്. ഇതിനെ തുടർന്ന് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും വീണ്ടും ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചികിത്സയിലിരിക്കെയായിരുന്നു ഇന്ന് മരണം സംഭവിച്ചത്. ജോഷിയുടെ മരണം കുടുംബത്തിന് മാത്രമല്ല നാടിന് തന്നെ വലിയ നൊമ്പരമായി മാറി. സംസ്കാരം നാളെ രാവിലെ 11 മണിക്ക് ഇടിവണ്ണ സെന്റ് തോമസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. എ പ്ലസ് വിഷൻ, ചാലിയാർ. സ്കൈ വേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.